ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ ചോദ്യം വരിക വെച്ചാൽ ഒരു വെക്റ്ററിനെ ബാക്കിയുള്ള വെക്റ്റേഴ്സിൻ്റെ ഫോമിൽ എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ വിയിലൊരു വെക്റ്റർ ഉണ്ട്. നമ്മൾ വെക്റ്റർ വി ഇൻ എ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ വി. അപ്പോൾ C1 C2 എക്സെട്ര CN നമ്മുടെ കയ്യിൽ സ്കേലാർസ് ഉണ്ടെങ്കിൽ V = C1 V1 + C2 V2 + എക്സെട്ര CN VN. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 1 3 1 n ലീനിയർ കോമ്പിനേഷൻ ഓഫ് 0 1 2 ആൻഡ് 1 0 - 5. അപ്പോൾ എന്ത് ചെയ്തു? 1 3 1 = A × 0 1 2 + B × 1 0 - 5. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? A × 0 0, A × 1 A, 2 × A 2A. അടുത്തത് എന്താ വന്നത്? B 0 - 5B. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B A 2A - 5B അല്ലേ? 2A - 5B എന്നുണ്ട്. ഇവിടെ 5B എഴുതിയിട്ടില്ല കേട്ടോ, അതൊന്ന് നോക്കണേ. അപ്പോൾ 1 3 1. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 3 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 1 കിട്ടി. 2A - 5B ചെയ്യുമ്പോൾ 2A - 5 ചെയ്യുമ്പോൾ എന്ത് വന്നു? 1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ അങ്ങോട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 3 1 = 3 × 0 1 2 + 1 × 1 0 - 5. ഇനി നോക്കൂ, ഇത് ഇങ്ങനെ വെക്റ്റേഴ്സും മാത്രമല്ല മെട്രിക്സിനെ എഴുതാൻ ചോദിക്കും. 0 8 2 1 ഇൻ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 0 2 1 0 - 1 3 1 2 - 2 0 1 3. അപ്പോൾ 0 8 2 1 = A × 0 0 2 1 0 + B × -1 3 1 2 + -2 C × -2 0 1 3. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 0 × ഇവിടെ 2A A 0 വന്നു, മറ്റേത് -B 3B B 2B എന്ന് വരും. അടുത്തത് -2C 0 C 3C എന്ന് വരും. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -B -2 C A + 3B A + B + C. ലാസ്റ്റത്തെ എന്ത് വരും? 2B + 3C. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻ കിട്ടും. അതെങ്ങനെ കിട്ടുക? കമ്പയർ ചെയ്യുമ്പോൾ -B - 2C = 0, 2A + 3B = 8, A + B + C = 2, 2B + 3C = 1. അപ്പോൾ എത്ര ഇക്വേഷൻ കിട്ടി? 4 ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെട്രിക്സ് ഇവിടെ അങ്ങനെയല്ല ചെയ്തേക്കണം, ഇപ്പോൾ കുറച്ച് വളർന്ന രീതിക്ക് ചെയ്തേക്കണം. അപ്പോൾ അതങ്ങനെ വേണ്ട. ഇപ്പോൾ 4 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ മെട്രിക്സ് ആക്കി എഴുതിക്കണ്ട. അടുത്തതിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇതിലങ്ങനെയല്ല ചെയ്തേക്കണേ. അപ്പോൾ AB എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് വരാം? A + B + C = 2 എന്നുള്ള ഇക്വേഷൻ അല്ലേ, അത് ഫസ്റ്റ് ചെയ്യാം. അതെന്താ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഈ 1 വരുന്ന സംഭവങ്ങളൊക്കെ ഫസ്റ്റ് എടുത്ത് എഴുതാണെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാനും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാനും എളുപ്പമാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല, മെട്രിക്സിലെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ A + B + C = 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറയണതൊന്ന് എഴുതി നോക്ക്. അപ്പോൾ എന്ത് കിട്ടും? 1 1 1 2. നെക്സ്റ്റ് ഇക്വേഷൻ എന്താ? 0 -1 -2 0. നെക്സ്റ്റ് ഇക്വേഷൻ 2A + 3B = 8 ആണ്. അപ്പോൾ എയുടെ കോഎഫിഷ്യൻറ്റ് 2, ബീൻ്റെ കോഎഫിഷ്യൻറ്റ് 3, C 0 8 കിട്ടി. ലാസ്റ്റ് ഇക്വേഷൻ എന്താ? 2B + 3C = 1. അപ്പോൾ 0 2 3 അടുത്തത് 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 2 3 0 8 എന്ന് പറഞ്ഞാൽ ആ ഒരു റോനെ 0 ആക്കണം. അപ്പോൾ എന്ത് വരും? R3 changes to R3 - 2R1. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 1 1 1 2 0 -1 -2 0 0 1 -2 4. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് തേർഡ് റോയിലെ ആ 1നെ 0 ആക്കലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 1 1 2 0 -1 -2 0. ലാസ്റ്റത്തേൽ 0 0 -4 4. അത് കമ്പയർ ചെയ്യുമ്പോൾ -4C = 4 എന്ന് വരും. അവിടുന്ന് സിയുടെ വാല്യൂ -1 കിട്ടും. -B - 2C = 0 എന്ന് വരും. അവിടുന്ന് ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടും. A + B + C = 2 എന്ന് വരും. അവിടുന്ന് എയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കിട്ടണില്ലേ എന്നൊന്ന് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്, കണ്ടോ? റൈറ്റ് ദ വെക്റ്റർ 1 1 1 as a linear combination of vectors in the set
1 2 3 0 1 2 -1 0 1. അപ്പോൾ എന്ത് ചെയ്തു? 1 1 1 ഈക്വൽ ടു a ഇൻറ്റു 1 2 3 പ്ലസ് b ഇൻറ്റു 0 1 2 പ്ലസ് c ഇൻറ്റു -1 0 1. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a മൈനസ് c 2a പ്ലസ് b, അടുത്തത് 3a പ്ലസ് 2b പ്ലസ് c നീട്ടി. ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? 3a പ്ലസ് 2b പ്ലസ് c ഈക്വൽ ടു 1, 2a പ്ലസ് b ഈക്വൽ ടു 1, a മൈനസ് c ഈക്വൽ ടു 1. അപ്പോൾ എന്ത് ചെയ്തു? a മൈനസ് c ഈക്വൽ ടു 1 എന്ന് ആദ്യം എഴുതി, കാരണം കണ്ടോ അത് 1 പിന്നുള്ളത് ഏതാ? 2a പ്ലസ് b ഈക്വൽ ടു 1, 2 1 0 1. നെക്സ്റ്റ് 3 2 1 0. ഇനി എന്താ? ഈ 2നെ 0 ആക്കുമ്പോൾ r2 ചേഞ്ചസ് ടു r2 മൈനസ് 2r1. മൊത്തത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 1 2 -1 കിട്ടും. ഇതെല്ലാം പോസ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് എന്താ? r3 ചേഞ്ചസ് ടു r3 മൈനസ് 3r1. അത് ചെയ്യുമ്പോൾ ഇത് 0 ആവും. 0 2 4 -2. കണ്ടാൽ തന്നെ അറിയാം സെക്കൻഡ് വെക്റ്ററിൻ്റെ മൾട്ടിപ്പിളാണ് തേർഡ് വെക്റ്റർ. അപ്പോൾ എന്ത് കിട്ടും? r3 ചേഞ്ചസ് ടു r3 മൈനസ് 2r1 ചെയ്യുമ്പോൾ എന്ത് വരും? ആ ലാസ്റ്റുള്ള റോ മൊത്തം 0 ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? b പ്ലസ് 2c ഈക്വൽ ടു -1 കിട്ടും, a മൈനസ് c ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 2, n-ൻ്റെ വാല്യൂ 3. സോ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഒരെണ്ണത്തിന് ഒരേ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഞാനിതിൽ സീനെ ടി എന്ന് കൊടുത്തു. അപ്പോൾ b പ്ലസ് 2t ഈക്വൽ ടു -1, ബിയുടെ വാല്യൂ -1 -2t, സിയുടെ വാല്യൂ എന്ത് വന്നു? നമ്മളെന്തിനാണ് സിക്ക് ടി കൊടുത്തു? ബിക്ക് -1 -2t എന്ന് കിട്ടി. അപ്പോൾ എക്ക് എന്ത് കിട്ടും? എക്ക് 1 + c, അതായത് 1 + t. ഇനി ടിക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ -1 -2 -3, സിയുടെ വാല്യൂ 1. അപ്പോൾ നമുക്ക് ഒരു ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. ഒന്നല്ല, ഇതിൽ ഇഷ്ടം പോലെ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ടിയുടെ വാല്യൂ നമ്മൾ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഇത്. ശരിക്കും പറഞ്ഞ സൈമുലേഷനിൽ ഇട്ട് കൊടുത്താൽ ഇതിന് എന്താ വരാമെന്നൊന്ന് നോക്കി നോക്കൂ കേട്ടോ. യുണീക്ക് സൊല്യൂഷൻ ഉള്ളത് എന്തായാലും സൈമുലേഷനിൽ വർക്കാവുന്ന ഉറപ്പാണ്. അത് 3 മാർക്കിനൊക്കെ ഉള്ളെങ്കിൽ നേരിട്ട് കാൽക്കുലേറ്ററിൽ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം, ഇതാകുമ്പോൾ പിന്നെ സൈമുലേഷനിൽ എന്താ വരിക? കുറേ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ ഇതിനെ എഴുതണമല്ലോ. ചില കേസിൽ സൈമുലേഷനിൽ കൊടുക്കുമ്പോൾ നോ സൊല്യൂഷൻ എന്ന് കാണിക്കും. നോ സൊല്യൂഷൻ എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതാൻ പറ്റില്ല എന്ന് എഴുതണം. ഇതിപ്പോൾ എന്തായാലും ഒരു മെട്രിക്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കൂ, അങ്ങനെയായിട്ട് ചെയ്യാം. കണ്ടോ? റൈറ്റ് ദ ഡബിൾ ഈക്വൽ ടു -1 2 2 as ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1 2 3 0 1 2 -1 0 1. ഞാൻ a ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് b ഇൻറ്റു സെക്കൻഡ് വെക്റ്റർ പ്ലസ് c ഇൻറ്റു തേർഡ് വെക്റ്റർ എഴുതി ഇക്വേഷൻസ് കിട്ടി. സൈമുലേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോ സൊല്യൂഷൻ കിട്ടും. അത് മാത്രം എഴുതിയ മാർക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, അതൊരു 3 സ്റ്റെപ്പൊക്കെ അല്ലേ ഉള്ളൂ. അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് കളയാനൊന്നും വേറൊരു സാഹചര്യം കാണുന്നില്ല. അപ്പോൾ 1 0 -1 1 2 1 0 -2 കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് എഴുതണേ 3a + 2b + c ഈക്വൽ ടു 2. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ തോന്നണേ? ഞാൻ ഈ കോഎഫിഷ്യൻസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട്. നേരത്തെ ഏകദേശം സിമിലർ എന്ന ഫോമിലേക്കല്ലേ ഇത് വരണേന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ എന്ത് കിട്ടി? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് പറയാം. ഇതേ ഞാൻ ഒരുപാട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഈച്ച് വെക്റ്റേഴ്സ് ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ എറ്റ്സ് 2 -1 3 5 0 4. അതെങ്ങനെ ഇതിനെല്ലാം ഇങ്ങനെ എഴുതാൻ പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് സൈമുലേഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ കിട്ടും. -a = -2 a = 2.
ഇനി 2a + 5b = -1ഉം 3a + 4b = 2 അങ്ങനെ തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എയുടെ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലത്തെ ഒരു ഒരു ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് എൻ്റെ വാല്യൂ 1/4ഉം ബീൻ്റെ വാല്യൂ 3/2ഉം കിട്ടണില്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കണ്ടോ, ഇതേ മോഡൽ തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അതല്ല അല്ലാത്ത കേസ് ഉണ്ടാവില്ല. അപ്പോൾ 1 1 - 1 = a × 2 - 1 3 + b × 5 0 4. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ 2a + 5b, അടുത്തത് -a, നെക്സ്റ്റ് 3a + 4b എന്ന് വന്നു = 1 1 - 1. 2a + 5b = 1 -a = 1. ദാറ്റ് മീൻസ് a = -1 ആണ്. 3a + 4b = -1. ഇനിയിപ്പോൾ എന്താ നമുക്കറിയാം, 2a + 5b = 1 ഉണ്ടല്ലോ കയ്യിൽ. ബീൻ്റെ വാല്യൂ -1ഉം കിട്ടി. അപ്പോൾ 2a - 5 = 1 എന്ന് കിട്ടും അല്ലേ. 2a - 5 = 1. അവിടുന്ന് 2ൻ്റെ a വാല്യൂ 6, എയുടെ വാല്യൂ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഇക്വേഷനിൽ നോക്കിയേ, 3a + 4b - 1 വരുന്നുണ്ടോയെന്ന്. എൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയേക്കണത് 3. അപ്പോൾ 9 + 4 × ബിയുടെ വാല്യൂ നമുക്ക് എന്താ ഇപ്പോൾ പറഞ്ഞേക്കണേ, ബിയുടെ വാല്യൂ എന്താ കിട്ടിയേക്കണത്, എയുടെ വാല്യൂ -1 കിട്ടി. 2a + 5b = 1 എന്ന് പറയുമ്പോൾ -2 5b = 1. അവിടുന്ന് 5b = 3 എന്ന് വന്നു. അപ്പോൾ അവിടുന്ന് എന്ത് കിട്ടി, ബിയുടെ വാല്യൂ എന്ത് കിട്ടി, 3/5 എന്ന് വന്നു. ഇനി നമ്മളെ മറ്റേ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 3a + 4b = -1 -3 + 4 × 3/5. അതെന്തായാലും എന്തല്ല, -1 അല്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് മനസ്സിലാക്കാം, അത് അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ 3a + 4b = -1 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, എൻ്റെ വാല്യൂ -3. അപ്പോൾ -3 + 4b = -1. 4b = എന്ത് വന്നു, -1 + 3, അതായത് 2. അവിടുന്ന് എന്ത് വന്നു, b = 1/2. b 1/2 കൊടുക്കുമ്പോൾ മറ്റേതിൽ അതല്ല വരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. ഞാൻ ആദ്യത്തേൽ എന്താ ചെയ്തത്, എൻ്റെ വാല്യൂ -1 ആയപ്പോൾ 2a + 5b = 1 എന്ന ഇക്വേഷനിൽ കൊടുത്തപ്പോഴും തിരിച്ച് എൻ്റെ വാല്യൂ -1 മറ്റേ 3a + 4b = -1 കൊടുത്തപ്പോഴും ബികളുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതങ്ങനെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കുള്ള ലീനിയർ കോമ്പിനേഷൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ചെയ്യണതാണ്. നമ്മൾക്ക് എന്തും കൂടി ചെയ്യാം. സൈമൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ആൻസർ എന്താണെന്നൊക്കെ നോക്കി വെക്കാം. പിന്നെ 3 മാർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സൈമൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അതിനേക്കാളും മാർക്ക് കൂടുമ്പോൾ എന്തായാലും മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ്റെ ആൻസർ കിട്ടണമെങ്കിലും മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതി വെച്ചോളൂ. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, സമയമില്ലെങ്കിൽ പറഞ്ഞ പോലെ സൈമൾട്ടിപ്ലിക്കേഷനിലെ ആൻസർ എഴുതിയിട്ട് കറക്റ്റാക്കി വയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതന്നെ ഞാനൊരു ടെക്സ്റ്റിൽ ഒരുപാടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇതിപ്പോൾ മെട്രിക്സിൽ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ. കണ്ടോ, 2 - 3 4 1 b = 0 5 1 - 2. ഇതെല്ലാം ഈ മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതാൻ പറഞ്ഞേക്കുക. അപ്പോൾ എന്ത് വരും, ആദ്യത്തെ 6 - 19 10 7 = a × 2 - 3 4 1 + b × 0 5 1 - 2 എന്ന് വരും. അത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും, 2a = 6, so a = 3. നെക്സ്റ്റ് ഇക്വേഷൻ എന്താ വരിക, -3a + 5b = -19. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, ബിയുടെ വാല്യൂ -2 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇക്വേഷൻ എന്താ, 4a + b = 10. ഓൾറെഡി എയുടെ വാല്യൂ 3ഉം ബിയുടെ വാല്യൂ -2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 4 × 3 12
12 മൈനസ് 2 10. അപ്പോൾ ആ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. a മൈനസ് 2b ഈക്വൽ ടു 7, അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3യും മൈനസ് 2വും കറക്റ്റാണ്. അപ്പോൾ എന്ത് കിട്ടി? 3a മൈനസ് 2b എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. -2 23 0 -9 ഇങ്ങനെ എഴുതിയിട്ട് അതിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത് വരുന്നുണ്ടോ, എന് -1ഉം ബിന് 4ഉം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് പോസ് ചെയ്യുക, അതന്നെയല്ലേ കിട്ടണേന്ന് ചെക്ക് ചെയ്യാം. അടുത്ത നമ്മൾ കാണാൻ പോണത് സ്പാനിങ് സെറ്റാണ്.